നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 28-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനാവശ്യമായി വൈകുന്നതിനെ തുടർന്നുണ്ടായ കടുത്ത പ്രതിസന്ധിക്ക് പരിഹാരമായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ പുതിയ സർക്കുലറിനെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പൂർണ്ണമായും സ്വാഗതം ചെയ്തു. പുതിയ ഉത്തരവ് നിലവിൽ വരുന്നതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള മാസങ്ങളുടെ കാത്തിരിപ്പ് ഒഴിവാകും. പൊതുജനങ്ങളുടെയും ഡ്രൈവിംഗ് സ്കൂൾ മേഖലയുടെയും വലിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഉതകുന്ന നിർണായക മാറ്റങ്ങളാണ് സർക്കുലറിലൂടെ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ കാലത്ത് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളും തീരുമാനങ്ങളും അടിമുടി തിരുത്തുന്നതാണ് പുതിയ സർക്കുലർ. പരീക്ഷാ നടത്തിപ്പിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ മന്ത്രി പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 40 കുറച്ചത്. CIT ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം അവഗണിച്ചായിരുന്നു അന്ന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഇതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 10,000-കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുകയും പരാതികൾ വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ 18 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്ന നിബന്ധനയും കടുത്ത എതിർപ്പിന് കാരണമായിരുന്നു. ഈ വലിയ പ്രതിസന്ധിക്കാണ് പുതിയ സർക്കുലറിലൂടെ സർക്കാർ ഇപ്പോൾ അടിയന്തര പരിഹാരം കാണുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 40-ൽ നിന്നും 50 ഉയർത്തി. ഇതിൽ ദിവസവും 28 പുതിയ അപേക്ഷകരെയും 20 റീ ടെസ്റ്റുകാരെയുമാണ് പരിശോധിക്കുക. വിദേശത്ത് ജോലിക്കോ ഉന്നത പഠനത്തിനോ പോകുന്നവർക്കായി ദിവസവും 2 പേർക്ക് വീതം പ്രത്യേകം മുൻഗണന നൽകി ടെസ്റ്റ് നടത്താനും തീരുമാനമായിട്ടുണ്ട്. ഫിറ്റ്നസ് പരിശോധനയും ഡ്രൈവിംഗ് ടെസ്റ്റും ഒരേ ദിവസം നടത്താൻ പാടില്ലെന്ന മുൻ നിബന്ധന പുതിയ ഉത്തരവിലൂടെ പൂർണ്ണമായും ഒഴിവാക്കി. അപേക്ഷകരെ സഹായിക്കുന്നതിനായി ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെടുന്നവർക്ക് 8 ദിവസത്തിനകം തന്നെ പുനഃപരിശോധനയ്ക്കുള്ള സമയം അനുവദിക്കും. കൂടാതെ ലേണേഴ്സ് ലൈസൻസിനായി അപേക്ഷ സമർപ്പിച്ച് 3 ദിവസത്തിനുള്ളിൽ തന്നെ ടെസ്റ്റ് തീയതി കൃത്യമായി നൽകാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പുതിയ പരിഷ്കാരങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിലൂടെ RTO ഓഫീസുകളിലെ അപേക്ഷകരുടെ കെട്ടിക്കിടപ്പ് പൂർണ്ണമായും ഒഴിവാക്കാനും ലൈസൻസ് നടപടികൾ കൂടുതൽ സുതാര്യവും വേഗതയേറിയതുമാക്കാനും സാധിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൂട്ടൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് വാർത്തയാണ് ഷെയർ ചെയ്യുന്നത്. SBI ഫൗണ്ടേഷൻ നൽകുന്ന ആശാ സ്കോളർഷിപ്പ് 2026-27 അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും നമ്മുടെ ചാനൽ വഴി ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ പങ്കുവച്ചിരുന്നു. ഈ വർഷത്തെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 4 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ നിലവിൽ ഡിഗ്രി, PG, MBBS, IIT, IIM വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പഠനം നടത്തുന്നവർക്കും വരെ അപേക്ഷിക്കാവുന്ന ഒരു പദ്ധതിയാണിത്. ലക്ഷക്കണക്കിന് രൂപയാണ് അർഹരായ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് SBI ഫൗണ്ടേഷൻ നേരിട്ട് എത്തിക്കുന്നത്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന സാധാരണ സ്കോളർഷിപ്പ് അല്ല. അതിനാൽ അപേക്ഷിക്കാൻ SBIയിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പഠനത്തിൽ മിടുക്കരായ എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തുന്ന ഒരു മികച്ച പദ്ധതിയാണിത്. വിവിധ സ്കോളർഷിപ്പുകൾ ഏകോപിപ്പിക്കുന്ന ബഡി ഫോർ സ്റ്റഡി എന്ന പ്ലാറ്റ്ഫോം വഴിയാണ് നാം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. ആവശ്യമായ രേഖകൾ സമർപ്പിച്ച ശേഷം വെരിഫിക്കേഷൻ നടക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായിരിക്കും. ആദ്യഘട്ടത്തിൽ ഡോക്യുമെന്റുകൾ, മാർക്ക്, കുടുംബ വാർഷിക വരുമാനം എന്നിവ പരിശോധിക്കും. തുടർന്ന് വിദ്യാർത്ഥിയുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടാകും. ഇതിനുശേഷമുള്ള ഫൈനൽ വെരിഫിക്കേഷന് ശേഷമാണ് അർഹരായ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നത്. APL, BPL, റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ കൃത്യമായി അർഹരായവരെ മാത്രം തിരഞ്ഞെടുത്താണ് ധനസഹായം നൽകുന്നത്. ഇനി തുകയുടെ കാര്യം പരിശോധിച്ചാൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15,000 രൂപയാണ് ലഭിക്കുക. മുൻവർഷത്തിൽ ജനറൽ വിഭാഗത്തിന് 75%, SC/ST വിഭാഗക്കാർക്ക് 65%, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് 60% മാർക്കും ഉണ്ടായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഡിഗ്രി, PG വിദ്യാർത്ഥികൾക്ക് NIRF റാങ്കിങ്ങിൽ ആദ്യം 300-ൽ ഉള്ള യൂണിവേഴ്സിറ്റികളിലോ NAC A ഗ്രേഡ് ഉള്ള കോളേജുകളിലോ പഠിക്കുന്നവർക്കാണ് അവസരം. ഡിഗ്രിക്ക് 75,000 രൂപയും PGക്ക് 1.5 ലക്ഷം രൂപ വരെയും ലഭിക്കും. MBBS, IIT പഠനത്തിന് 2 ലക്ഷം രൂപയും രാജ്യത്തെ 22 IIM-കളിൽ ഒന്നിൽ MBA പഠിക്കുന്നവർക്ക് 5 ലക്ഷം രൂപയുമാണ് ധനസഹായം. ഈ കോഴ്സുകൾക്കെല്ലാം കുടുംബ വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഇനി വിദേശത്ത് QS റാങ്കിങ്ങിൽ ആദ്യ 200-ൽ ഉൾപ്പെട്ട സർവകലാശാലകളിൽ പഠിക്കുന്നവർക്ക് 15 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പായി ലഭിക്കും.
ദേശീയ തലത്തിലുള്ള സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളം വലിയ മത്സരമുണ്ടാകും. അതിനാൽ സമയം പാഴാക്കാതെ എത്രയും വേഗം അപേക്ഷിക്കുക. അർഹരായ വിദ്യാർത്ഥികളിലേക്ക് ഈ വിവരം എത്തിക്കാൻ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ സന്ദേശം ദയവായി ഷെയർ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ 1100 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളുള്ളവർക്കും 800 cc വരെ എഞ്ചിൻ ശേഷിയുള്ള വാഹനങ്ങളുള്ള കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ലഭിച്ചേക്കും. 2018 സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ ചട്ടപ്രകാരം നിലവിൽ 1000 ചതുരശ്ര അടിയാണ് വീടിന്റെ പരിധി എന്നതിനൊപ്പം 4 ചക്ര വാഹനങ്ങൾ സ്വന്തമായുള്ളവർ മുൻഗണനാ വിഭാഗത്തിന് പുറത്തുമായിരുന്നു. എന്നാൽ നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ 4 ചക്ര വാഹനം ഒരു ആഡംബരമല്ലെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് 800 cc വരെയുള്ള കാറുകൾക്ക് ഇളവ് നൽകാൻ പരിഗണിച്ചിരിക്കുന്നത്. ഇത് ഭിന്നശേഷിക്കാരായ അംഗങ്ങളുടെ യാത്രയ്ക്കായി വാഹനം ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്കും ആശ്വാസമാകും. എന്നതിനൊപ്പം ഒരേക്കറിലധികം ഭൂമിയുള്ളവർക്ക് ഭൂമിയുടെ തരം അനുസരിച്ച് പ്രത്യേക പരിഗണനയും ലഭിക്കും. ജനങ്ങളിൽ നിന്നുള്ള വ്യാപകമായ ആവശ്യത്തെ തുടർന്ന് ഭക്ഷ്യമന്ത്രി സിവിൽ സപ്ലൈസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടതനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് നിലവിൽ ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ്. മറ്റ് പല ആനുകൂല്യങ്ങളും മുൻഗണനാ കാർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ധനവകുപ്പിന്റെ വിശദമായ പരിശോധനയ്ക്കും അനുമതിക്കും ശേഷമായിരിക്കും സർക്കാർ അന്തിമ തീരുമാനമെടുക്കുക. സംസ്ഥാനത്ത് ആകെ അനുവദിക്കപ്പെട്ട BPL കാർഡുകളിൽ 5,94,209 എണ്ണം അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിലും 37,73,184 എണ്ണം മുൻഗണനാ വിഭാഗത്തിലുമുള്ളവയാണ്. ഇതിനു പുറമെ സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പുതുതായി 73,024 മുൻഗണനാ കാർഡുകൾ കൂടി അനുവദിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ ലഭിച്ചു തുടങ്ങുമെന്നും വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഈ വർഷത്തെ ഓണച്ചന്ത ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കുമെന്നും ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ തുടങ്ങുമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഇത്തവണ സൗജന്യ ഓണക്കിറ്റിന് അർഹതയുള്ളത്. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്ന ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഏകദേശം 884 രൂപ ചെലവ് വരുന്ന 6,09,305 സൗജന്യ ഓണക്കിറ്റുകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത്. ഓഗസ്റ്റ് 25-നകം കിറ്റ് വിതരണം പൂർത്തിയാക്കും. ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിലെത്തിക്കുമെന്നും മുൻഗണനേതര വിഭാഗത്തിനുള്ള സ്പെഷ്യൽ അരി വിതരണം അടുത്ത മാസം ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നീലക്കാടുകാർക്ക് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും നൽകും. ഓണക്കിറ്റ് വിതരണവും ഓണച്ചന്തകളുടെ പ്രവർത്തനവും ഊർജിതമാക്കാൻ സപ്ലൈകോയ്ക്ക് 253 കോടി രൂപയുടെ അടിയന്തര സഹായമാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ ഭക്ഷ്യവിപണിയിലെ ഇടപെടലിനായി 200 കോടി രൂപയും സൗജന്യ ഓണക്കിറ്റ് നൽകുന്നതിനായി 53 കോടി രൂപയും ഉൾപ്പെടുന്നു. വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ ഈ വർഷം 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും സംഘടിപ്പിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും നടക്കും. ഈ സർക്കാരിന്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ ഇതുവരെ 448 കോടി രൂപയോളമാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് അനുവദിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ജൂലൈ മാസത്തെ 2000 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരുടെ വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ നേരിട്ടെത്തി ഓഗസ്റ്റ് 3-ാം തീയതിക്കുള്ളിൽ പെൻഷൻ തുക പൂർണ്ണമായും വിതരണം ചെയ്തു തീർക്കും. കൂടാതെ കേന്ദ്രവിഹിതം കുറഞ്ഞതുമൂലം പ്രതിസന്ധിയിലായ NSAP പെൻഷൻകാർക്കായി 23 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് നമ്മളേറെ കാത്തിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വാർത്ത വരുന്നത്. വരാനിരിക്കുന്ന ഓണാഘോഷം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തെ പെൻഷനൊപ്പം 1 മാസത്തെ പെൻഷൻ അഡ്വാൻസായി നൽകുമ്പോൾ ആകെ 4000 രൂപ ഒന്നിച്ച് പെൻഷൻകാരുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ വലിയ സാധ്യതയാണുള്ളത്. അതായത് ജൂലൈയിലെയും ഓഗസ്റ്റിലെയും തുകകൾ കൂട്ടിയാൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 6000 രൂപയോളമാണ് അർഹരായ പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലുമായി എത്തിച്ചേരുന്നത്. ചുരുക്കത്തിൽ റേഷൻ കാർഡ് മാറ്റങ്ങൾ മുതൽ ഓണം ആനുകൂല്യങ്ങളും പെൻഷൻ തുകയും വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ്. അതോടൊപ്പം സംസ്ഥാനത്തെ ക്യാൻസർ, വൃക്ക, ക്ഷയരോഗികൾക്ക് നൽകി വരുന്ന പ്രതിമാസ ധനസഹായം 1000 രൂപയിൽ നിന്നും 2000 രൂപയായി ഉയർത്തിയത് രോഗികൾക്ക് വലിയൊരു ആശ്വാസമാവുകയാണ്. ഈ സാമ്പത്തിക സഹായം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ ഓരോ വർഷവും അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ട്. സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് പിന്നീട് ഇത്തരം ഗുരുതര രോഗങ്ങൾ ബാധിച്ചാലും ഈ പ്രത്യേക ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. എന്നാൽ ഉയർന്ന തുക ലഭിക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളോ മറ്റ് സർക്കാർ പെൻഷനുകളോ വാങ്ങുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് തുടരുകയാണ്.
2026 ജൂലൈ 27 തിങ്കളാഴ്ച 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 85 രൂപ കൂടി 13,370 രൂപയും പവന് 680 രൂപ കൂടി 1,06,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.